നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ഒരു 8 വയസ്സുകാരനെ പാമ്പ് കടിയേറ്റ് മരിച്ച സംഭവം നമ്മളെല്ലാം വളരെയധികം വേദനിപ്പിച്ചതാണ്. അതിൻ്റെ മുറിവ് ഉണങ്ങുന്നതിന് മുന്നെയാണ് തിരുവനന്തപുരം ചിറയൻകീഴിലും ഒരു 8 വയസ്സുകാരൻ പാമ്പ് കടിയേറ്റ് മരിച്ച സംഭവം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഇന്ന് രാവിലെയോടെ അറിഞ്ഞ വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ്. 8 വയസ്സുകാരൻ പാമ്പ് കടിയേറ്റ് മരിച്ചു. മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങിക്കിടന്ന കുട്ടിയാണ് പാമ്പ് കടിയേറ്റ് വീട്ടിനുള്ളിൽ പാമ്പ് കടിയേറ്റ് മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ കുട്ടിയുടെ വീട്ടിലാണ്. ഈ വീടിൻ്റെ അവസ്ഥ അധികാരികൾ കാണേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ നാട്ടിലുള്ള അധികാരികൾ അത് കാണേണ്ടിയിരിക്കുന്നു. പരിതാപകരമാണ് ഈ വീടിൻ്റെ അവസ്ഥ. പ്രേക്ഷകർക്ക് കാണാതെ. നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ തൃശ്ശൂർ ഒരു 8 വയസ്സുകാരൻ പാമ്പ് കടിയേറ്റ് മരിച്ച സംഭവം നമ്മൾ അറിഞ്ഞിരുന്നു. വളരെ വേദന ഉളവാക്കിയതായിരുന്നു അൽജോയുടെ മരണം. അതിൻ്റെ മുറിവ് ഉണങ്ങുന്നതിന് മുന്നേ തിരുവനന്തപുരം ചിറയൻകീഴിലും മറ്റൊരു 8 വയസ്സുകാരൻ വീടിനുള്ളിൽ വെച്ച് പാമ്പ് കടിയേറ്റ് മരണത്തിന് കീഴടങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഇന്ന് രാവിലെ മുതൽ അറിഞ്ഞ സംഭവമാണ്. മാതാപിതാക്കൾക്കൊപ്പം വീട്ടിനകത്ത് ഉറങ്ങിക്കിടന്ന കുട്ടിയാണ് പാമ്പ് കടിയേറ്റ് വീട്ടിനുള്ളിൽ നിന്ന് പാമ്പ് കടിയേൽക്കുന്നു. ശേഷം ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. വളരെ വേദനാജനകമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ മരിച്ച 8 വയസ്സുകാരൻ ദിക്ഷലിന്റെ വീട്ടിലാണ്. നോക്കൂ, വളരെ പരിതാപകരമാണ് ഈ വീടിന്റെ അവസ്ഥ. ഇത്രയും ഈ ഇവിടുത്തെ അധികാരികളൊക്കെ ഇത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഈ കാഴ്ച ഒന്ന് കണ്ണു തുറന്ന് കാണേണ്ടിയിരിക്കുന്നു എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. അത്രമാത്രം ദയനീയമായ അവസ്ഥയിലാണ് ഈ വീടായിരിക്കും. നോക്കൂ, നമ്മളൊക്കെ അതിദാരിദ്ര്യമുക്തമായി കേരളം എന്നൊക്കെ പറയുമ്പോൾ പോലും ജീവിത സൗകര്യങ്ങളൊക്കെ കുറച്ചുകൂടി മെച്ചപ്പെടേണ്ടതുണ്ട്. ഇനിയും അത്തരത്തിൽ മെച്ചപ്പെടേണ്ട ആൾക്കാർ ഇനിയും നമുക്ക് ചുറ്റുമുണ്ട് എന്നതിൻ്റെ ഉദാഹരണമായി ഇത് മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, ഈ നമ്മളോട് ബന്ധു പ്രതികരിച്ചനുസരിച്ച് ഇതുവഴി ആയിരിക്കാം പാമ്പ് വീട്ടിനുള്ളിലേക്ക് കയറിയത് എന്നൊരു നിഗമനത്തിലാണ് നിലവിൽ അവരായിരിക്കുന്നത്. ഇങ്ങനെയാണ് അവരുടെ വീടായിരിക്കുന്നത്. ഒരു ഷീറ്റിട്ട വീടാണ് ഇത്. തകര പോലത്തെ സാധനം മറച്ചൊരു വീടാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു വീടിൻ്റെ അവസ്ഥ ആയിരിക്കുന്നത്. ചുറ്റുപാടൊക്കെ നമുക്ക് കാണുമ്പോൾ വളരെ ഒരു കാട് നിറഞ്ഞ, അതായത് ഒരു ബേസ്, വീടിനൊരു ബേസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഈ ഒരു അവസ്ഥയിൽ കണ്ടോ, ഇതിനിടയിൽ കൂടി പാമ്പ് കയറി പോകാനുള്ള സൗകര്യമൊക്കെ ഉള്ള ഭാഗത്തിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. എന്തുമാത്രം ദയനീയമായ അവസ്ഥയിലാണ് ഈ വീടായിരിക്കുന്നത് എന്നതിന് ഏറ്റവും ഉദാഹരണമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാഴ്ചകൾ. അപ്പോൾ തീർത്തും ഒരു നടപടി, ഈ വീട്ടുകാർക്ക് വേണ്ടി ഒരു നടപടി അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന് തന്നെയാണ് ഈ ഒരു ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ വേദനാജനകമായ സംഭവം തന്നെയാണ് ഈ ചിറയൻകീഴ് ഉണ്ടായിരിക്കുന്നത്. ഒരു 8 വയസ്സുകാരനാണ് ഇത്തരത്തിൽ പാമ്പ് കടിയേറ്റതും വീടിനുള്ളിൽ വെച്ചാണ് പാമ്പ് കടിയേൽക്കുന്നത്. അത്തരത്തിലൊരു ജീവൻ വെടിയുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ പിതാവ് രാവിലെ മുതൽ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. പിതാവിൻ്റെ ഒരു പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അതായത് രാവിലെ ഒരു അർദ്ധരാത്രിയോടെ ഒരു 2 മണി അടുപ്പിച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. മകൻ, അതായത് ദിക്ഷൽ, എഴുന്നേൽക്കുന്നു. തൻ്റെ കാലിൽ എന്തോ കടിച്ചു എന്നൊരു അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നു. ശേഷം പിതാവ് ഹോസ്പിറ്റലിലേക്ക് ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ എത്തി കുട്ടിക്ക് വേണ്ടുന്ന ബ്ലഡ് ടെസ്റ്റ് നടത്തി. അവിടെയുള്ള ആശുപത്രി അധികൃതർ പറഞ്ഞത് ബ്ലഡ് ടെസ്റ്റിലൊന്നും കാണുന്നില്ല എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. അപ്പോൾ ബ്ലഡ് ടെസ്റ്റിലൊന്നും ഒന്നുമില്ല എന്ന് പറയുന്നു. മാത്രമല്ല, ഒരു ഗുരുതര ആരോപണം ആശുപത്രി ജീവനക്കാർക്കെതിരെ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതായത് വേണ്ട രീതിയിലൊരു ഗൗരവം ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നൊരു ആരോപണം വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അതായത് കുട്ടി അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുന്നുണ്ട്, എന്നാൽ ആശുപത്രി അധികൃതർ അത് വളരെ ഗൗരവത്തോടെ എടുക്കാതെ കടന്നിൽ കടിച്ചതാണോ അല്ലെങ്കിൽ മൂങ്ങ കടിച്ചതാണോ എന്ന ചോദ്യങ്ങൾ കുട്ടിയോട് ചോദിച്ച് വളരെ ലാഘവത്തോടെയാണ് ആശുപത്രി അധികൃതർ ഈ വിഷയം കൈകാര്യം ചെയ്തതെന്ന ആരോപണം പിതാവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അതായത് ഈ പാമ്പ് കടി ഏറ്റാൽ ഒരാളുടെ ജീവൻ രക്ഷിക്കേണ്ടുന്ന ഒരു സുവർണ അവസരമുണ്ട്, ഒരു ഗോൾഡൻ അവർ എന്ന് പറയുന്ന സാധനമുണ്ട്. അതിവിടെ നഷ്ടമായി എന്നാണ് പിതാവിന്റെ ഒരു പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ആശുപത്രി അധികൃതർക്കെതിരെയും ഗുരുതര ആരോപണം ഈ ഒരു സാഹചര്യത്തിൽ പിതാവിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലൊരു കാര്യം കൂടി ഇവിടെ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും 8 വയസ്സുകാരൻ ദിക്ഷലിനാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. ദിക്ഷലിന് ഇനി ഒരു കുഞ്ഞ് അനിയത്തി കൂടിയുണ്ട്. ഇനി 2 മക്കളാണ് അവർക്ക്. പിതാവ് ഫാബ്രിക്കിന്റെ ആ ഒരു ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. മാതാവുണ്ട്. വളരെ ദുഃഖത്തോടെ, നികത്താനാവാത്ത വലിയൊരു ദുഃഖമാണ് ഈ വീട്ടിലേക്ക് ഇന്നലെ എത്തിയിരിക്കുന്നത്.
നമുക്കറിയാം ഈ ഒരു ചൂട് കാലത്ത് പാമ്പിന്റെ ഒരു അവസ്ഥയൊക്കെ, പാമ്പൊക്കെ വീടുകളിൽ കയറാനുള്ള സാഹചര്യമുണ്ട്. ആ ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് നമ്മുടെ സംസ്ഥാനത്ത് പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യം. തൃശ്ശൂരിൽ 8 വയസ്സുകാരൻ പാമ്പ് കടിയേറ്റ് മരിക്കുന്നു. കിളിമാനൂർ ഒരു 75 വയസ്സുകാരി പാമ്പ് കടിയേറ്റ് മരിക്കുന്ന സാഹചര്യമുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ചിറയൻകീഴും അത്തരത്തിൽ സമാനമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. വളരെ ഗൗരവത്തോടെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പാലിക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതിന്റെ ഗൗരവം കൂടി ഈ സംഭവത്തിലൂടെ ഉയരുകയാണ്. പ്ലീസ് ദൈവത്തെ ഓർത്തോന്ന് നിങ്ങൾ ദൂരോട്ട് പോകാമോ? ഇതിനു മുമ്പ് ഇവിടെ ഒരു ചാനലേറെയും കണ്ടിട്ടില്ല. ഒരു കൊച്ചിന്റെ പ്രാണം പഠിച്ചപ്പോഴാണ് ഈ കണ്ട ചാനൽ അത്ര ഇവിടെ തല്ലിപ്പിടിച്ചോണ്ട് വന്നത് തന്നെയല്ലേ? ഓക്കെ അല്ലേ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതില്? എന്തൊരു സംസാരിച്ചോ? ഇവിടെ വഴക്കിനല്ല സംസാരിച്ചോ? കാര്യമെന്ന് പറഞ്ഞാൽ അവര് ആ കറണ്ടിന് വേണ്ടി അവത്തുങ്ങൾ കയറാത്ത ഒരു സ്ഥലം ഇല്ലായിരുന്നു. വഴിയില്ലാതെ അവത്തുങ്ങൾ ഇവിടെ ആരെല്ലാം കാലുകൾ പിടിച്ചിട്ടുണ്ടെന്നോ? അന്ന് ഒരു മനുഷ്യരും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇവിടെ. ഇന്നൊരു അണ്ണാമണിക്കിന്റെ പ്രാണം പഠിച്ചപ്പോ തന്നെയല്ലേ ഈ തള്ളലും ഇത് ഉള്ളത്, തന്നെ ഈ ന്യൂസും ഇതെല്ലാം വന്നത്. നമ്മളും ഒക്കെ നടക്കണേ, നമുക്കും വഴികളില്ല. നമ്മൾ ഇറങ്ങിക്കയറിയാണ് പോണ, കുടിവെള്ളം ഇല്ല. ഇതൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ ഈ 4-5 കുടിപ്പേര് ഇവിടെ താമസിക്കുന്നത്. ഇതുവരെ നമ്മൾ ഒരു ചാനലേറെയും കണ്ടിട്ടില്ല നമുക്ക് സഹായിക്കാൻ വേണ്ടി. നമ്മളെ പിന്നെ എന്തിനാ നമ്മൾ സംസാരിക്കണം? ഇവിടെ വെറുതെ അങ്ങനെ പറയാൻ ഒരു തെറ്റുമില്ല. മരിപ്പ് വീട് അതിനോണ്ടാണ് പറഞ്ഞത്. അങ്ങനെ പറയാൻ പാടില്ല. മരിപ്പ് വീട് അതിനെ കൊണ്ടാണ് സംസാരിച്ചത്. അത് പറയാൻ പഞ്ചായത്ത് സത്യാഗ്രഹം പഞ്ചായത്ത് അവർക്കത് കുറ്റമായിട്ട് തോന്നി. അവരത് അനുഭവിക്കുന്നില്ല, അതിനെ കൊണ്ട് അവർക്കത് തെറ്റായിട്ട് തോന്നി. ഇവിടെ കിടന്ന് അനുഭവിക്കുന്നവർക്ക് അതിന്റെ തെറ്റും ശരിയാക്കി മനസ്സിലാക്കാൻ പറ്റും. അതറിയാമോ? അപ്പൊ ഇത് നമ്മളെ വീടല്ലേ? ഇത് നമ്മളെ വീടല്ലേ? നമ്മ എല്ലാവരും ഒരേപോലെ തന്നെയാണ്. അത് ആ കൊച്ചിന്റെ അടുത്താണ് ഞാൻ പറഞ്ഞത്. ആ കൊച്ചിന്റെ അടുത്ത് സംസാരിക്കാൻ വന്നതിനെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കൊച്ചിന്റെ അടുത്താണ് പറഞ്ഞത്. തിരുവനന്തപുരം ചിറയൻകീഴിലുള്ള അഴൂരിൽ ഈ ഭഗവതി ക്ഷേത്രത്തിന്റെ സമീപത്ത് താമസിക്കുന്ന ജനങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പറയാനുണ്ട്. നമുക്കറിയാം, ഇവിടെ ദീക്ഷിൽ എന്ന 8 വയസ്സുകാരൻ പാമ്പ് കടിയേറ്റ് മരിച്ച സംഭവം, ആ സംഭവവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ എത്തിയപ്പോഴാണ് അവരുടെ പ്രശ്നങ്ങൾ, അവർ ഈ ഒരു പ്രദേശത്ത് താമസിക്കുന്നവർ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ചേട്ടാ, എന്തൊക്കെ പ്രശ്നം? ഇപ്പൊ കുടിവെള്ള പ്രശ്നം അടക്കം പറയുന്നുണ്ട്. പ്രശ്നം ഇവിടെ വെള്ളം പോലും ഇല്ല. കുടി ആ വീട് കണ്ട ഇപ്പൊ നമ്മളെ പുറത്തുനിന്ന് ഒന്നാണ് വെള്ളമൊക്കെ എടുത്ത് വന്നിട്ടുള്ളത്. അപ്പൊ അതിൽ ഇതാണ്ട് ഇവിടെ ഒരു പൈപ്പ് വന്നിരിക്കുന്നുണ്ട്. ഇത് അപ്പുറത്തെ ബാത്റൂമിന്റെ എന്താണ് ഇവിടെ ഉള്ളവർ പറയണം. അപ്പൊ അത് ലീക്കായി കിടക്കണം. അതുപോലും ഇവർക്ക് വേണ്ടി സപ്പോർട്ട് സംസാരിക്കാൻ പോലും ഇത് വഴിയാണ്, അവർക്കുള്ള വഴിയാണ്. അതുപോലും സംസാരിക്കാനായിട്ട് ഒരൊറ്റ മനുഷ്യരില്ല. അപ്പൊ അത് നിങ്ങളായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇപ്പൊ ആ വീട്ടുകാർ ക്ഷോഭിച്ചതിലും കുറ്റമില്ല. അവര് ഈ പ്രശ്നം പലയിടത്തും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, പല മീഡിയയും വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ മീഡിയക്കാരും ഇത്
ഇപ്പൊ വന്ന കണക്ക് അന്ന് ആക്റ്റീവായിട്ട് വന്നിട്ടില്ലായിരുന്നു. അപ്പൊ അതാണ് അവർ ആ വീട്ടുകാർ ഇപ്പം ക്ഷോഭിച്ചത്. കാരണം ഈ പ്രശ്നങ്ങൾ ഒരു ആ കറണ്ടില്ല, ആ വീട്ടിൽ കറണ്ടില്ലായിരുന്നു. കറണ്ടിന് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാനാ, പിന്നെ അല്ല പൈപ്പ് വെള്ളത്തിന് വേണ്ടി എന്തെങ്കിലും സഹായം എടുക്കാനാ, ഒന്നിനും ഇല്ല. അവിടെ വെള്ളം പോലും ഇല്ല. അപ്പൊ അവർ വെള്ളം കുടിക്കുന്ന തന്നെ വേറെ വീട്ടിൽ നിർത്തിട്ടൊക്കെ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിനാണ് അറിയാം. അപ്പൊ ഈ പൈപ്പ് ഒന്ന് നോക്കിയൊന്ന്. ഇതാണ് ആ പൈപ്പിന്റെ അവസ്ഥ അല്ലേ? ഇത് അപ്പൊ എന്താണ് ശരിക്കും പ്രശ്നം? എന്താണ് ഇവിടെ ഈ പൈപ്പ്? ഈ പൈപ്പ് അപ്പുറത്തുനിന്ന് വരുന്ന പൈപ്പാണ്. അപ്പൊ ഈ പൈപ്പ് പോണ നേരെ ഇനി മറ്റേ വയലിലോ കയ്യിലോ ആണെന്ന് അറിയില്ല. അപ്പൊ ഇതായിട്ട് അതൊന്നും പോയി ചെയ്യാൻ പോലും ആരുമില്ല. ഇത് പഞ്ചായത്ത് മെമ്പർ ഇല്ലേ ഈ നാട്ടില്? പരാതി പഞ്ചായത്തിലേക്ക് ഇവര് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം. അപ്പൊ അവരാരും ഇതുവരെ മൈൻഡ് ചെയ്തിട്ടില്ല. ഇനി നാട്ടുകാര് എല്ലാരും പരാതിപ്പെട്ടിരുന്നു പറയണ അവര് പറയുന്നത്. ആരാണ് പഞ്ചായത്ത് മെമ്പർ? ആരാണ് ഇപ്പൊ പഞ്ചായത്ത് മെമ്പർ രഞ്ജിത്ത്. മുന്നേ ഇരുന്നത് വേറെ ഒരുപാട് കാലമായിട്ട് ഇവിടെ ഈ പ്രശ്നം ഉള്ളതല്ലേ? ഈ പ്രശ്നമുള്ള. അപ്പൊ അവര് അന്നേ പഞ്ചായത്തിൽ പോയെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നേരത്തെ നിങ്ങൾ മീഡിയക്കാർ ചെന്നപ്പോഴത്തേക്ക് ആ വീട്ടുകാർ പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പൊ അത് നിങ്ങളായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു തീർപ്പുണ്ടാക്കി തരാൻ പറ്റുമെങ്കിൽ അതൊരു ഉപകാരം. തീർച്ചയായിട്ടും ചേട്ടൻ പറഞ്ഞതുപോലെ ഈ പ്രദേശത്ത് ഉള്ളവർ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അപ്പോ ഒരു വീട്ടമ്മ വളരെയധികം രോക്ഷത്തോടെ സംസാരിക്കുകയുണ്ടായി. അതായത് ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടല്ലേ നിങ്ങൾ ഇവിടെ വരുന്നത്? അതിനു മുന്നേ നിങ്ങളൊക്കെ എവിടെയായിരുന്നു? ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഞങ്ങൾ ഒരുപാട് പരാതിപ്പെടുന്നുണ്ട്, ആരും ഞങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ഒരു പരിഹാരം എടുക്കുന്നില്ല, പരിഹാരം നൽകുന്നില്ല, ഒരുപാട് അപേക്ഷ നൽകുന്നു, ഒരുപാട് പരാതിപ്പെടുന്നു, പക്ഷെ വേണ്ട രീതിയിലൊരു മറുപടി അല്ലെങ്കിൽ വേണ്ട രീതിയിലൊരു പരിഹാര മാർഗം ഇതുവരെയും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന രീതിയിൽ ഒരു വീട്ടമ്മ വളരെയധികം രോക്ഷത്തോടെ സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതായത് ഇങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ ഒരു 8 വയസ്സുകാരന്റെ മരണം, അതുമായി ബന്ധപ്പെട്ട് എത്തുമ്പോൾ മാത്രം മാധ്യമങ്ങൾ വന്ന് നോക്കുന്നു. അതിനപ്പുറത്തേക്ക് ഒരു 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 എന്താ ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നതടക്കമുള്ള ഒരു വളരെ പൊട്ടിത്തെറിച്ച് ഒരു വീട്ടമ്മ സംസാരിക്കുകയുണ്ടായി. മലയാളി വാർത്തയോടാണ് പൊട്ടിത്തെറിച്ചത്. തീർച്ചയായിട്ടും ഇവിടുത്തെ അധികാരികളോട് അവർ പറഞ്ഞു അവർ ആ വീട്ടമ്മമാര് ക്യാമറയ്ക്ക് മുന്നിലല്ല, ക്യാമറയ്ക്ക് പിന്നിൽ അവർ സംസാരിക്കുകയുണ്ടായി. അവരുടെ പ്രശ്നങ്ങൾ ഓരോന്ന് പറയുകയുണ്ടായി. അതായത് ഒരു വീട്ടമ്മ നമ്മളോട് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ പാമ്പിന്റെ ശല്യം ഒരുപാടുണ്ട്. മാത്രമല്ല ചില വീടുകളിൽ പെരുമ്പാമ്പ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പെരുമ്പാമ്പിനെ കാണുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടെന്ന് ഒരു വീട്ടമ്മ മലയാളി വാർത്തയോട് പ്രതികരിക്കുകയുണ്ടായി. അത്തരത്തിൽ വളരെ ഭീകരമായ ഒരു അവസ്ഥയിലൂടെയാണ് ഇവിടെ ഈ ചുറ്റുപാടുള്ള പല ജനങ്ങളും കടന്നു പോകുന്നത് അല്ലെങ്കിൽ താമസിക്കുന്നത് എന്നാണ് അവര് പ്രതികരിച്ചിരിക്കുന്നത്. ഇതിപ്പോ ഒരു വീടിനകത്ത് കയറി നമ്മൾ ആ വീടിന്റെ അവസ്ഥയൊക്കെ ദൃശ്യങ്ങൾ കാണാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ആ വീട്ടിലേക്ക് പാമ്പ് കയറി ഒരു കുഞ്ഞിനെ കടിച്ചു, ആ കുഞ്ഞിന് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായി. ഇത് മാത്രമല്ല ഈ ചുറ്റുപാടുള്ള വീടുകളിലൊക്കെ ഇങ്ങനത്തെ അവസ്ഥയാണ്. അതായത് പാമ്പിന്റെ കൂട്ടമുണ്ട്. ഒരമ്മ നമ്മളോട് പറഞ്ഞത് അവരുടെ വീടിന്റെ വാതിൽക്കൽ വരെ പെരുമ്പാമ്പിനെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ പരാതിപ്പെടുന്നുണ്ട്, കുടിവെള്ള പ്രശ്നമുണ്ട്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ പ്രദേശത്ത് ചുറ്റുമുള്ളവർ നേരിടുന്നുണ്ട് എന്ന് അവർ മാധ്യമങ്ങളോട് പറയുണ്ടായി. അപ്പൊ തീർച്ചയായിട്ടും ഇതിനൊക്കെ ഒരു പരിഹാരം കാണേണ്ടിയിരിക്കുന്നു. വളരെ വേദനയോടെയും അതിനേക്കാൾ ഉപരി വളരെ രോഷത്തോടെയുമാണ് അവർ പ്രതികരിച്ചത്. ഇപ്പോഴാണ് നിങ്ങൾ വരുന്നത്, അതിനപ്പുറത്തേക്ക് നിങ്ങൾ വരുന്നില്ല എന്നൊരു രീതിയിലൊരു പരാതിയൊക്കെ അമ്മയുടെ ഭാഗത്തുനിന്നുണ്ടായി. അപ്പോൾ നമുക്കറിയാം അത് മരണ വീടാണ്. അപ്പോൾ അത് അവിടെ നിന്ന് പ്രതികരിക്കുക എന്നത് വളരെ ഒരുപാട് സങ്കീർണതകളുണ്ടെങ്കിലും ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകണം എന്നൊരു രോഷവും കൂടി അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അപ്പോൾ ഈ പ്രദേശം നമ്മുടെ തിരുവനന്തപുരം ചിറയൻകീഴിലുള്ള പ്രദേശമാണ്. അപ്പോൾ ഇവിടെയുള്ള ജനങ്ങളുടെ പ്രശ്നം അത് പരിഹരിക്കപ്പെടണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. ഒരുപാട് പരാതിപ്പെട്ടു, പക്ഷെ ഇതുവരെ ഒരു പരിഹാരം ഉണ്ടായില്ല എന്നൊരു ഗുരുതര ആരോപണം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. അപ്പോൾ ഒരു മരണം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ മാധ്യമങ്ങൾ അവിടേക്ക് എത്തുന്നു. അപ്പോഴാണ് ആ നാട്ടിലെ നാട്ടുകാർ നേരിടുന്ന ഒരു പ്രശ്നത്തെ കുറിച്ച് കൂടുതൽ അറിയുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നൊരു ആരോപണം കൂടി അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. അപ്പോൾ നമ്മുടെ ജനപ്രതിനിധികളെയൊക്കെ ജയിപ്പിച്ച് വിടുന്നത് അല്ലെങ്കിൽ ജനാധിപത്യ രാജ്യമാണ്. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽ ഇത് പെടട്ടെ. ജനപ്രതിനിധികൾ വേണ്ടുന്ന രീതിയിലുള്ള പരിഹാരങ്ങളൊക്കെ ഈ നാട്ടുകാർക്ക് ഒരുക്കി കൊടുക്കട്ടെ എന്ന് തന്നെയാണ് മലയാളി വാർത്തയ്ക്കും പറയാനുള്ളത്.